ബേസിക്കലി ബോണ്ട് എന്ന് വിളിക്കുന്നത് എന്താണ്? ബോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് ബാങ്ക് നിങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. ബാങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാ മാസവും ഇത്ര ശതമാനം വെച്ച് ഞാൻ അതായത് ഇൻട്രസ്റ്റ് പലിശ തരാം, ഇത്ര സമയം കഴിഞ്ഞിട്ട് ഈ ക്യാപിറ്റൽ അടച്ചു തീർക്കാം മൊത്തം, അങ്ങനെയുള്ള കുറച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പൊ ആ മെച്യൂരിറ്റി അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് അടയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ പറഞ്ഞ ബാങ്കിനോ അല്ലെങ്കിൽ കമ്പനികൾക്കോ ഒക്കെ കടം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ബേസിക്കലി നിങ്ങൾ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന കടപത്രങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇൻ എഫക്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിതര സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കെല്ലാം അങ്ങോട്ട് കടം കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുകയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ ഒരു ഫിക്സ്ഡ് ഇന്റർവെൽസിൽ ഇപ്പൊ ഒരു മന്ത്ലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കൂപ്പൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഒരു കോൺട്രാക്റ്റും ഇനി പറഞ്ഞ ഇത്ര വർഷം കഴിഞ്ഞാൽ പൈസ നമ്മൾ അതായത് മുടക്കി മുതൽ ക്യാപിറ്റൽ എങ്ങനെ തിരിച്ചു വരുന്നു, ബുള്ളറ്റ് ആയിട്ട് തരുന്നു, ഒറ്റയടിക്ക് തരുന്നു, അല്ലെങ്കിൽ തവണകളായിട്ട് തരുന്നു, ഇങ്ങനെയുള്ള പലവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോൺട്രാക്ട് ഏർപ്പെടുന്നത്. അപ്പൊ നമ്മൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇവിടെ കൂപ്പൺ എന്നാണ് വിളിക്കുന്നത്.